എന്നൊരു കാര്യം ചെയ്യും. ഇപ്പൊ ആൽബിന്റെ തൊണ്ടയിലാണ് ഭക്ഷണം കുടുങ്ങിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൽബിൻ റെഡിയല്ലേ? ആളുകളെ പുറത്ത് വസ്തുവിടെ ഇടത് കൈ കൊണ്ട് വലത് കൈയെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. 5 വട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കാണിച്ചിട്ട് ഭക്ഷണം പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ആൽബിനെ നമ്മൾ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് 2 ഷോൾഡറിന്റെ നടുക്ക് 5 അടി മുന്നോട്ട് ഇങ്ങനെ അടി കൊടുക്കുക. നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിന്നെ തരാം. ഇങ്ങനെ നമ്മൾ ചെയ്താൽ ശ്വാസനാളത്തിൽ കുടുങ്ങിയ ഭക്ഷണം പുറത്തു വരാൻ സഹായിക്കും. അതുപോലെ തന്നെ ആളെ രക്ഷിക്കാനും സഹായിക്കും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നിങ്ങളെ മുഴുവനും വിടുവാൻ ഹർഷദിത്ത് എവിടെയാടാ? എനിക്കറിയില്ലടാ. ദാ അവൻ വരുന്നു. നീ വാശി പിടിക്കണ ഞാൻ കൊണ്ടുവന്ന്. ഞാൻ കളിക്കാൻ പോവാ. എന്നെ ശല്യപ്പെടുത്തരുത്. ഇല്ല ഏട്ടൻ, ഞാൻ അവിടെ ഇരുന്നോളാം. അത് നോക്കിയേ, മിഠായി തൊണ്ടയിൽ കുടുങ്ങിയെന്നാ തോന്നുന്നത്. ഇനി എന്താ ചെയ്യാ? ഈ നമ്മുടെ ക്ലാസ്സിൽ ചെക്കന്മാരില്ല നിൽക്കുന്നത്. ഡീ, അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. വാ നമുക്ക് പോയി നോക്കിയാലോ. എന്താ പറ്റിയത്? തൊണ്ടയിൽ മിഠായി ഒടുങ്ങി തോന്നുന്നു. നിങ്ങളുടെ സഹായത്തിന് താങ്ക്സ്. എന്തു പറ്റി എല്ലാവർക്കും? സോറി മാഷേ, ഞങ്ങളിങ്ങനെ ക്ലാസ് എടുത്തപ്പോ ശ്രദ്ധിച്ചില്ല. ഇന്നൊരു സംഭവം ഉണ്ടായി. എന്റെ അനിയത്തിയുടെ തൊണ്ടയിൽ മിഠായി കുടുങ്ങി. ഞങ്ങളാകെ എടുത്തു. മാഷേ, നമ്മുടെ ക്ലാസ്സിലെ പെൺകുട്ടികള് സാറ് പറഞ്ഞ പോലെ ചെയ്തപ്പോ എന്താ ഇന്നലെ ഇവന്റെ അനിയത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി. മാഷേ, നമുക്ക് ഇവരെ അനുമോദിക്കണ്ടേ? ഒരറിവും പാഠപുസ്തകത്തിൽ ഒതുങ്ങാനുള്ളതല്ല. ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് അവ യഥാർത്ഥ തിരിച്ചറിവുകൾ ആകുന്നത്.